Hello everyone, welcome to Jovi's Perfect Academy. I'm Nimisha and today I'm going to take another grammar portion for you, that is important grammar rules for PTE reading, especially for PTE reading. So നമുക്ക് കൂടുതലായിട്ടും ഗ്രാമർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ ഗ്രാമറിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ടും വരുന്നത് റൈറ്റിംഗ് ടാസ്കുകളിലും റീഡിംഗ് ടാസ്കിലുമാണ്. അപ്പോൾ റീഡിംഗ് ടാസ്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലേക്ക് നല്ല രീതിക്ക് ഗ്രാമർ ഇമ്പോർട്ടൻസ് വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയാലും റീഓർഡറിലായാലും നമുക്ക് ഗ്രാമർ ബേസ് ചെയ്ത് വരുമ്പോൾ പ്രോനൗൺസ് അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. ബട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഡ്രോപ്പ് ഡൗൺ ആയാലും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയാലും രണ്ടിലും ഗ്രാമാറ്റിക്കൽ ബേസിസിൽ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ റൂൾ അനുസരിച്ച് വേർഡ്സ് ചൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവാറുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ വരുന്നത്. സോ ലെറ്റ്സ് സീ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ റൂൾസ് ഫോർ PTE reading. So verb tense and form. അപ്പോൾ വേർബ് ഫോംസ് അനുസരിച്ച് നമുക്ക് എന്ത് ചൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ ബ്ലാങ്കിലേക്ക് വരുന്ന അല്ലെങ്കിൽ ബ്ലാങ്കിലേക്ക് നമുക്ക് ഏത് വേർഡാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവിടെ ഏത് വേർഡാണോ പ്ലേസ് ചെയ്യേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു വേർബ് ഫോം അനുസരിച്ച് ഒരു ബ്ലാങ്ക് ഫിൽ ചെയ്യാം എന്ന് നോക്കാം. സോ ഇവിടെ വേർബ് ഫോം അല്ലെങ്കിൽ വേർബ് ടെൻസസ് അനുസരിച്ച് നമ്മൾ വേർഡ്സ് പ്ലേസ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ ബി ഫോംസ് ഇസ്, ആം, ആർ, വാസ്, വെയർ. അതായത് ബി ഫോംസ് എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ഇസ്, ആം, ആർ, വാസ്, വെയർ. ബി ഫോംസിന് ശേഷമാണ് ഒരു ബ്ലാങ്ക് വരുന്നതെന്നുണ്ടെങ്കിൽ യൂസ് ദ ING ഫോം ഫോർ ആക്റ്റീവ് വോയിസ്. അപ്പോൾ നമ്മളൊരു റീഡിങ്ങിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലേക്ക് വരുമ്പോൾ ഒരു പാസേജ് തന്നിട്ട് അതിൽ ചില നമ്പർ ഓഫ് ബ്ലാങ്ക്സ് തന്നിട്ടുണ്ടായിരിക്കും. സോ ആ ബ്ലാങ്ക്സ് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫിൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് ഡ്രോപ്പ് ഡൗണിൽ വരുമ്പോൾ താഴെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും, അതിൽ നിന്ന് നമ്മൾ ഡ്രാഗ് ചെയ്ത് ആ ബോക്സ് ഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ വരുമ്പോൾ നമ്മൾ ആ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യണം. ഡ്രോപ്പ് ഡൗണിലേക്ക് വരുമ്പോൾ നമ്മളവിടെ എന്താ ചെയ്യുന്നത്, നമ്മളവിടെ ഓൾറെഡി ലിസ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും. ആ വേർഡിൽ ബ്ലാങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് വരും. സോ അതിൽ നിന്നാണ് നമ്മൾ വേർഡ്സ് ചൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ബ്ലാങ്കിൽ ഈ ഒരു ബ്ലാങ്ക് വരുന്നത് ബി ഫോംസിന് ശേഷമാണെങ്കിൽ, അതായത് ഇസ്, ആം, ആർ, വാസ്, വെയർ പോലെയുള്ള വേർബ്സിന് ശേഷമാണ് ബ്ലാങ്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് വോയിസിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ING ഫോം ഓഫ് ദ വേർബാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് ഫോം ഏതായിരിക്കണം, ING ഫോമിലുള്ളതായിരിക്കണം. ഷീ ഈസ് റീഡിങ്, ഇസ് എന്നുള്ളതാണ് അവിടെ ബി ഫോം. അതിനുശേഷം ബ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ ING ഫോമിലുള്ള വേർബാണ് ചൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ എക്സാമ്പിൾ അങ്ങനെ തന്നെയാണ്. ദേ വെയർ ലാഫിങ്. വെയർ എന്നുള്ളത് ബി ഫോം ആണ്, പാസ്റ്റ് ടെൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇസ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസും വെയർ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ ഇസും വെയറും യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസും കൂടി നോക്കാം. ഇസിന് മുൻപ് നമ്മൾ സിംഗുലർ സബ്ജക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. വെയർ എന്നത് പ്ലൂറൽ സബ്ജക്ട്സിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേറിന് മുൻപ് പ്ലൂറൽ സബ്ജക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ദേ വെയർ ലാഫിങ് എന്നുള്ളതാണ്. സോ വെയർ കഴിഞ്ഞിട്ട്, അതായത് ബി ഫോം ആണ്, ബി ഫോം കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ ദെർ വി ഹാവ് ടു യൂസ് ദ ING ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂസേജ് ആണ് വേർബിൽ വരുന്ന അല്ലെങ്കിൽ ആ ഫോമിൽ വരുന്ന ചേഞ്ച് ആണ് പറയാൻ പോകുന്നത്. യൂസ് ദ ED ഫോം ഓർ V3 ഫോം ഫോർ പാസീവ് വോയിസ്. ED ഫോംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാസ്റ്റ് ഫോം ആണ്. പാസ്റ്റ് ഫോംസും വരുന്നുണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോംസും ED ഫോംസിൽ വരുന്നുണ്ട്. സോ നമ്മൾ പാസീവ് വോയിസിലാണ് സെൻറ്റൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ, ആക്റ്റീവ് വോയിസിൽ വരുമ്പോൾ ആദ്യം സബ്ജക്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റ് ആണ് ഫസ്റ്റ് പ്ലേസിൽ വരിക, സബ്ജക്റ്റ് ലാസ്റ്റ് പൊസിഷനിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ പാസീവ് വോയിസിലാണ് ഒരു സെൻറ്റൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളിപ്പോൾ ദ ഹൗസ് ഈസ് ബീയിങ് ക്ലീൻഡ് ബൈ ദെം എന്നാണ്. ദ ഹൗസ് എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പ്ലേസിൽ വരേണ്ട ഒരു ഇതാണ്. അതിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആക്റ്റീവ് വോയിസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദേ ആർ ക്ലീനിങ് ദ ഹൗസ് എന്നാണ് ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസ്. അതിനെ നമ്മൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദ ഹൗസ് എന്നുള്ളത് ഒബ്ജക്റ്റ് പ്ലേസിലുള്ളത് എങ്ങോട്ടേക്ക് വരാണ്, സബ്ജക്റ്റ് പൊസിഷനിലേക്ക്, ഫസ്റ്റ് പൊസിഷനിലേക്ക് വരാണ്. ദേ ആർ ക്ലീനിങ് ദ ഹൗസ്, ദ ഹൗസ് കെയിം ടു ദ ഫസ്റ്റ് പൊസിഷൻ. അത് കഴിഞ്ഞിട്ട് ഇസ് ബീയിങ് ക്ലീൻഡ് ബൈ ദെം എന്നായി മാറി. അവിടെ ചേഞ്ച് വന്നു, വേർബിൻ്റെ ഫോമിൽ ചേഞ്ച് വന്നു. കറക്റ്റ് ബി ഫോം യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും V3 ഫോം ഓഫ് ദ വേർബ് ആയിരിക്കും. V3 ഫോമാണ് ക്ലീൻഡ് എന്നുള്ളത്. ഓക്കെ, സോ അവിടെ പാസീവ് വോയിസിൽ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ഗ്രാമർ റൂൾ ഇതായിരുന്നു. യൂസ് ദ ED ഫോം ഓർ V3 ഫോം ഫോർ പാസീവ് വോയിസ്. പാസീവ് വോയിസിലാണ് സെൻറ്റൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ വേർബ് എപ്പോഴും ഏത് ഫോമിലായിരിക്കണം,
V3 ഫോമിലായിരിക്കണം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലായിരിക്കണം. ഓക്കെ, അതിന് വേറൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എ ബുക്ക് വാസ് ബോട്ട് ബൈ ഹെർ എന്നാണ് പാസീവ് വോയിസ്. അതിൻ്റെ ആക്റ്റീവ് വോയിസ് ഇങ്ങനെയാണ്, ഷീ ബോട്ട് എ ബുക്ക്. ഡയറക്റ്റ് ആയിട്ട് പറയാണ്, ആരാണോ ആക്ഷൻ പെർഫോം ചെയ്തത് അവരെയാണ് സബ്ജക്ട് പൊസിഷനിൽ വെക്കുന്നത്. സോ ഹൂ ബോട്ട് ദ ബുക്ക്, ഷീ ബോട്ട് എ ബുക്ക്. ഓക്കെ, അപ്പോൾ ഷീ ബോട്ട് എ ബുക്ക് എന്നുള്ളത് ആക്റ്റീവ് വോയിസ് ആണ്. അതിനെ നമ്മൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് എങ്ങോട്ട് വരാണ്, ഫസ്റ്റ് പൊസിഷനിലേക്ക് വരാണ്. എ ബുക്ക് വാസ് ബോട്ട് ബൈ ഹെർ എന്നായി മാറി. എ ബുക്ക് വാസ് ബോട്ട് ബൈ ഹെർ. അപ്പോൾ അവിടെ നമ്മൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആദ്യം വരും, ദെൻ റൈറ്റ് ഫോം ഓഫ് ബി ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് V3 ഫോം ഓഫ് ദ വേർബ് വരും, ദെൻ അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് ബൈ ഏജൻ്റ് ആയിട്ട് വരുന്നത്. സോ ദിസ് ഇസ് ദ ചേഞ്ച് ദെയർ. അപ്പോൾ നമ്മുടെ രണ്ട് റൂൾസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒന്ന്, ബി ഫോംസിന് ശേഷം ഒരു ബ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ING ഫോം ഓഫ് ദ വേർബാണ് ആക്റ്റീവ് വോയിസിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ വേർബിന് ഇപ്പോൾ നെക്സ്റ്റ് യൂസേജ് പറഞ്ഞത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണെങ്കിൽ വേർബിന് ശേഷം വരുന്നത് എപ്പോഴും, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബിന് ശേഷം വരുന്നത് V3 ഫോം ഓഫ് ദ വേർബ് ആയിരിക്കും. ഈ രണ്ട് റൂൾസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് വി സോ സം എക്സാമ്പിൾസ് ഫോർ ദാറ്റ് ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഹാസ്, ഹാവ്, ഹാഡ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പാസേജിൽ നമുക്ക് തന്നിട്ടുള്ളതിൽ ഈ ഹാസ്, ഹാവ്, ഹാഡ് പോലുള്ള ഹാവ് ഫോംസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന ബ്ലാങ്കിൽ എന്തായിരിക്കും വേർഡ് വരിക എന്നുള്ളതാണ്. ഓക്കെ, യൂസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ V3 ഫോം ഓഫ് എ വേർബ് ആഫ്റ്റർ ഹാവ്, ഹാസ്, ഹാഡ്. ഹാവ്, ഹാസ്, ഹാഡ് എന്ന 3 വേർഡ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വേർബ് ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സെൻറ്റൻസിൽ വരുന്നുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന ബ്ലാങ്കിൽ എപ്പോഴും V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഐ ഹാവ് ബീൻ ടു ലണ്ടൻ. ഐ ഹാവ് ബീൻ ടു ലണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലണ്ടനിൽ പോയിട്ടുണ്ടെന്നാണ് മീനിങ് വരുന്നത്. സോ ഐ ഹാവ് ബീൻ ടു ലണ്ടൻ. ഷീ ഹാസ് ഡൺ ദ ഹോംവർക്ക്. അവിടെ ബീൻ എന്നുള്ളത് ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഡൺ എന്നുള്ളതാണ്, ഡൂയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ദെൻ ഫിനിഷ് എന്നുള്ളത് ഫിനിഷിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഫിനിഷ്ഡ് എന്ന് വരുന്നത്. സോ ഇവിടെ 3 സ്ഥലത്തും ഹാവിന് ശേഷം ഹാസ്, ഹാഡ്, ഇതിനെല്ലാം ശേഷം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന V3 ഫോം ഓഫ് ദ വേർബാണ്. സോ ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ റൂൾ. സോ ഹാവ്, ഹാസ്, ഹാഡ് ഈ 3 ഓക്സിലറി വേർബ്സിന് ശേഷം ബ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ് വൺ. ബീൻ യൂസ് ചെയ്യുന്ന മറ്റൊരു സിറ്റുവേഷനാണ് യൂസ് ദ ING ഫോം ഇൻ ആക്റ്റീവ് വോയിസ്. അപ്പോൾ ബീൻ വരുന്നുണ്ടെങ്കിൽ, അതായത് സെൻറ്റൻസിൽ ഇപ്പോൾ ഐ ഹാവ് ബീൻ അല്ലെങ്കിൽ ഷീ ഹാസ് ബീൻ എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ING ഫോം ആയിരിക്കും. അത് ആക്റ്റീവ് വോയിസിൽ വരുമ്പോഴാണ് ING ഫോം ഓഫ് ദ വേർബാണ് അതിൻ്റെ കൂടെ വരിക. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 2 years. ഐ ഹാവ് ബീൻ എന്നാണ്, ബീൻ എന്ന വേർഡിന് ശേഷം അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ING ഫോം ഓഫ് ദ മെയിൻ വേർബാണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ റൂൾ ആയിരുന്നത്. ആക്റ്റീവ് വോയിസിൽ നമ്മൾ ബീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന ബ്ലാങ്കിൽ എപ്പോഴും വേർബിൻ്റെ ING ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് മറ്റൊരു പോയിന്റും കൂടി അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. യൂസ് ദ ED ഫോം ഇൻ പാസീവ് വോയിസ്. അപ്പോൾ ആക്റ്റീവ് വോയിസിലാണെങ്കിൽ ബീൻ എന്ന വേർഡിന് ശേഷം അല്ലെങ്കിൽ വേർബ് ഫോമിന് ശേഷം നമ്മൾ ING ഫോമാണ് യൂസ് ചെയ്യുക. ഇനി പാസീവ് വോയിസിലാണ് സെൻറ്റൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബീൻ എന്ന വേർഡിന് ശേഷം ED ഫോം അല്ലെങ്കിൽ V3 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ദ പ്രോജക്റ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ബൈ ദെം. സോ ദ പ്രോജക്റ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രോജക്റ്റ് എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിരുന്നു, ദെം എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഓക്കെ, ദെം എന്നുള്ളതാണ് സബ്ജക്റ്റിൻ്റെ ബട്ട് അവിടെ അത് പാസീവ് വോയിസ് ആയതുകൊണ്ട് എന്തായി മാറി, ബൈ ഏജൻ്റ് ആയിട്ട് മാറി, സബ്ജക്റ്റ് ബൈ ഏജൻ്റ് ആയിട്ട് മാറി. സോ അവിടെ നമ്മൾ എന്ത് ചെയ്തേക്കാണ്, പാസീവ് വോയിസിലുള്ള സെൻറ്റൻസിൽ ബീനിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ വേർബ് എപ്പോഴും ED ഫോമിലുള്ളതായിരിക്കണം. ഓക്കെ, സോ ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഹാവ് ഓർ ഹാസ് ഓർ ഹാഡിന് ശേഷം നമുക്കൊരു ബ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ V3 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യുക. ഇനി ആ സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലാണെങ്കിൽ ബീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ സെൻറ്റൻസ് ബീൻ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണെങ്കിൽ ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസിൽ ബീനിന് ശേഷം വരുന്ന മെയിൻ വേർബിന് നമ്മൾ ING ഫോം ആഡ് ചെയ്യണം. അതുപോലെ തന്നെ പാസീവ് വോയിസിലാണ് നമ്മൾ ബീൻ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന ബ്ലാങ്കിൽ നമ്മൾ ED ഫോമാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതായിരുന്നു ഹാസ്, ഹാവ്, ഹാഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾസിൻ്റെ യൂസേജ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഫസ്റ്റ് വൺ
റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കോറിലേക്ക് വരുമ്പോൾ, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു അക്കാഡമിക് ആ ടൈറ്റിൽ വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രോപ്പ് ഡൗൺ എന്നാണ്. സോ ഇവിടെ ഗ്രാമാറ്റിക്കൽ റൂൾസിന് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി നമുക്ക് ചില വേർഡ്സ് ചൂസ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. സോ ആ ഗ്രാമാറ്റിക്കൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ടിപ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. സോ അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് യൂസ് ഓഫ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സോ എ ആൻഡ് ദ ഈ 3 വേർഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് 3 ആർട്ടിക്കിൾസ് ആണ്. എയും ആനും നമുക്ക് യൂസ് ചെയ്യുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ദ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ആണ് വരുന്നത്. ഓക്കെ, സോ എയും ആനും നമ്മൾ യൂസ് ചെയ്യുന്ന സിംഗുലർ കൗണ്ടബിൾ നൗൺസിന് മുന്നാണ് എയും ആനും യൂസ് ചെയ്യുന്നത്. അത് എയും ആനും പ്ലേസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയുള്ളത്, എ എപ്പോഴും നമ്മൾ കോൺസണൻറ്റ് സൗണ്ട്സിന് മുന്നാണ് യൂസ് ചെയ്യുന്നത്. കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സൗണ്ട്സ് ആണ്? നമ്മൾ നോർമലി പറയുന്ന സൗണ്ട്സ് എന്ന് പറയുമ്പോൾ പ, ബ, ട, ഡ, ക, ഗ ഇങ്ങനെ സൗണ്ട്സ് വരുന്നത്. അപ്പോൾ ലെറ്റേഴ്സ് നോക്കിയിട്ടല്ല നമ്മൾ ആക്ച്വലി ഈ എ ഓർ ആൻ ചൂസ് ചെയ്യേണ്ടത്. നോർമലി നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത് സ്കൂൾ ടൈംസിലൊക്കെ വവൽസ് AEIOU ഈ പറഞ്ഞ ലെറ്റേഴ്സിനൊക്കെ മുൻപ് നമുക്ക് ആൻ യൂസ് ചെയ്യാം എന്നാണ് പഠിച്ചു വന്നിട്ടുള്ളത്. ബട്ട് ആക്ച്വലി ആ ലെറ്റേഴ്സിനല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, സൗണ്ട്സിനാണ്. ഓക്കെ, സൗണ്ട്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എ ഓർ ആൻ പ്ലേസ് ചെയ്യുന്നത്. ജസ്റ്റ് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യു ആണ് ഫസ്റ്റ് ലെറ്റർ വരുന്നത്. അംബ്രല്ല എന്ന് പറയുന്നതിനും യു ആണ് ഫസ്റ്റ് ലെറ്റർ വരുന്നത്. ബട്ട് യൂണിവേഴ്സിറ്റി എന്ന വേർഡിന് മുൻപ് നമ്മൾ ആൻ യൂണിവേഴ്സിറ്റി എന്ന് യൂസ് ചെയ്യില്ല. കാരണം യൂണിവേഴ്സിറ്റി എന്ന വേർഡിൻ്റെ ഫസ്റ്റ് സൗണ്ട് വരുന്നത് യ എന്ന സൗണ്ടാണ്. യൂണിവേഴ്സിറ്റി യ എന്നാണ് സൗണ്ട്. സോ ആൻ യൂണിവേഴ്സിറ്റി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ യു എന്ന ലെറ്ററിനല്ല സൗണ്ടിനാണ് പ്രോമിനൻസ്. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിൾ പറഞ്ഞു അംബ്രല്ല. അംബ്രല്ലയും ആ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? യു ആണ്. ബട്ട് അവിടെ സൗണ്ട് വരുന്നത് യ അല്ല, സൗണ്ട് വരുന്നത് അംബ്രല്ല എന്ന സൗണ്ടാണ്. സോ എന്ന സൗണ്ട് ഒരു വവൽ സൗണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആൻ അംബ്രല്ല എന്ന് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ലെറ്റേഴ്സ് ഫോക്കസ് ചെയ്തിട്ടല്ല, സൗണ്ട്സ് നോക്കിയിട്ടാണ് ഈ എ ഓർ ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത്. സിംഗുലർ കൗണ്ടബിൾ നൗൺസിന് മുന്നാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. എയുടെയും ആൻ്റെയും യൂസേജ് നോർമലി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും കാണാറുണ്ട്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻഡ് ആണ്. ദ എന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴൊക്കെയാണ് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. സോ ഇഫ് a blank after a or an needs singular noun. എ ഓർ ആനിന് ശേഷം വരുന്ന ഒരു ബ്ലാങ്ക് ആണെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും സിംഗുലർ നൗൺ ആണ് പ്ലേസ് ചെയ്യുന്നത്. ആ സിംഗുലർ നൗൺ അക്കോർഡിംഗ് ടു ദ സൗണ്ട് ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ നമ്മൾ അതിനനുസരിച്ച്, അതായത് എ ആണെങ്കിൽ കോൺസണന്റ് സൗണ്ട്സ് ആയിരിക്കണം, ആൻ ആണെങ്കിൽ വവൽ സൗണ്ട് ഉള്ള വേർഡാണ് ആ ബ്ലാങ്കിൽ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ദ ക്യാൻ ബി ഫോളോഡ് ബൈ ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ്. എയും ആനും സിംഗുലർ കൗണ്ടബിൾ നൗൺസിന് മുന്നേ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദ ക്യാൻ ബി പ്ലേസ്ഡ് ബിഫോർ ബോത്ത് നൗൺസ്. ദാറ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും രണ്ടിനും മുൻപ് നമുക്ക് ദ യൂസ് ചെയ്യാൻ പറ്റും. സോ അത് ശ്രദ്ധിക്കണം. ഇഫ് എൻ ആർട്ടിക്കിൾ ഇസ് ഫോളോഡ് ബൈ എ ബ്ലാങ്ക് ആൻഡ് ദെൻ എ നൗൺ, പ്ലേസ് ആൻ adjective ഇൻ ദ ബ്ലാങ്ക്. അപ്പോൾ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് ആർട്ടിക്കിളിന് ശേഷം ഒരു ബ്ലാങ്ക് വന്നു, അതിന് ശേഷമാണ് നൗൺ വരുന്നതെന്നുണ്ടെങ്കിൽ, അതാണ് നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഇഫ് എൻ ആർട്ടിക്കിൾ ഇസ് ഫോളോഡ് ബൈ എ ബ്ലാങ്ക് ആർട്ടിക്കിളിന് ശേഷം ബ്ലാങ്ക് വരാണ്, അതിന് ശേഷമാണ് നൗൺ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ബ്ലാങ്കിൽ ഏത് വേർഡാണ് പ്ലേസ് ചെയ്യേണ്ടത്? നമ്മളവിടെ adjective ആണ് പ്ലേസ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു നൗണിന് മുന്നാണ് നമ്മൾ എയും ആനും പ്ലേസ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ചില എക്സെപ്ഷണൽ കേസസ് ആണിത്. സോ ഇങ്ങനെ വരുമ്പോൾ ഒരു ആർട്ടിക്കിൾ വന്നു, അതിനുശേഷം നമ്മളൊരു ബ്ലാങ്ക് ആണ് കണ്ടത്, അതിനുശേഷം ഒരു നൗൺ ആണ്, ഡ്രസ്സ് എന്നുള്ളത് ഒരു നൗൺ ആണ്. സോ ആ ബ്ലാങ്കിന് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്തിട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്? അവിടെ നമ്മളൊരു adjective ആണ് യൂസ് ചെയ്യുന്നത്. സോ adjective എന്താ? adjective എന്ന് പറയുന്നത് ഒരു നൗണിനെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് adjective എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലോങ് ഹെയർ, ബ്ലൂ സ്കൈ, റെഡ് ആപ്പിൾ എന്നൊക്കെ പറയുന്നത്, ഹോട്ട് ടീ എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ എന്താ? അഡ്ജക്റ്റീവ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നൗണിനെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ്, ഹോട്ട്, ഷോർട്ട് പോലുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത്. ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് ആണ്, ഡിസ്ക്രിപ്ഷൻ പോലെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്
I bought a red dress for the party. Okay, I bought a red dress for the party. So ആ ഡ്രസ്സിനെ ഡിഫൈൻ ചെയ്യാനാണ് റെഡ് എന്ന കളർ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ കളേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പിയറൻസിൽ വരുന്ന ടോൾ, ഷോർട്ട് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം നമ്മൾ അഡ്ജക്റ്റീവ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് എ നൗൺ. ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ ഒരു ആർട്ടിക്കിൾ വന്നു, അത് കഴിഞ്ഞൊരു ബ്ലാങ്ക് വന്നു, ദെൻ കംസ് എ നൗൺ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ബ്ലാങ്കിൽ നമ്മൾ അഡ്ജക്റ്റീവ്സ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. Okay, I hope it is clear. Let's go to the next one, that is plurals. ഇനി പ്ലൂറൽസിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. A plural noun is often needed after words like many, several or one of. ഓക്കെ, സോ നമ്മൾ ഈ ഇങ്ങനെയുള്ള വേർഡ്സ് വരുന്നുണ്ടെങ്കിൽ, അതായത് ബ്ലാങ്കിന് മുൻപ് മെനി, സെവറൽ, വൺ ഓഫ് പോലെയുള്ള വേർഡ്സ് വരുന്നുണ്ടെങ്കിൽ അതിനുശേഷം ആ ബ്ലാങ്കിൽ നമ്മൾ എങ്ങനെയുള്ള നൗണാണ് യൂസ് ചെയ്യേണ്ടത്? പ്ലൂറൽ നൗണാണ് യൂസ് ചെയ്യേണ്ടത്. മെനി, സെവറൽ, വൺ ഓഫ് ഇങ്ങനെയുള്ള വേർഡ്സിന് ശേഷം വരുന്ന ബ്ലാങ്കിൽ നമ്മൾ പ്ലൂറൽ നൗൺസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ക്യാൻ സ്പീക്ക് മെനി ലാംഗ്വേജസ്, അതായത് ഒരു ലാംഗ്വേജ് അല്ല, ഷീ ക്യാൻ സ്പീക്ക് മെനി ലാംഗ്വേജസ്. അപ്പോൾ മെനി എന്ന് പറയുമ്പോൾ ഒരുപാട് എന്നുള്ളൊരു മീനിങ് ആണ്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബ്ലാങ്കിൽ നമ്മൾ എപ്പോഴും പ്ലൂറൽ ഫോം ഓഫ് നൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. സെവറൽ പീപ്പിൾ അറ്റൻഡഡ് ദ മീറ്റിംഗ്. സെവറൽ പീപ്പിൾ, സെവറൽ അഗെയിൻ ഒരുപാട് എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. സെവറൽ പീപ്പിൾ അറ്റൻഡഡ് ദ മീറ്റിംഗ്. സോ പീപ്പിൾ എന്നത് ഒരു പ്ലൂറൽ നൗൺ ആണ്. ഇറ്റ്സ് യൂസ്ഡ്, ദാറ്റ് വേർഡ് ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ, അതായത് ഒരുപാട് ആൾക്കാർ എന്നുള്ളൊരു മീനിങ് അല്ലെങ്കിൽ സെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരാളെ ഡിനോട്ട് ചെയ്യാനല്ല. ഓക്കെ, സോ പ്ലൂറൽ നൗൺസ് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ, അതായത് മെനി, സെവറൽ, വൺ ഓഫ് പോലുള്ള വേർഡ്സിന് ശേഷം ഒരു ബ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്ലൂറൽ നൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദീസ് ആർ സം എക്സാമ്പിൾസ് ഫോർ ദാറ്റ്. ലെറ്റ്സ് സീ അനദർ തിങ്. വേറെ ഒരു കാര്യം, ആഫ്റ്റർ ടു ആൻഡ് മൊഡാൽ വേർബ്സ്. ഇനി ടു, മൊഡാൽ വേർബ്സ് പോലെയുള്ള വേർഡ്സ് വരുന്നത്, അതായത് ടു എന്ന വേർഡിന് ശേഷം ഒരു ബ്ലാങ്ക് അല്ലെങ്കിൽ ഒരു മൊഡാൽ വേർബ്. മൊഡാൽ വേർബ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, നീഡ്, ought to പോലുള്ള വേർബ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ ടു ആൻഡ് മൊഡാൽ വേർബ്സ് യൂസ് ദ ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ്. ഈ ടൂവിന് ശേഷം അല്ലെങ്കിൽ ഒരു മൊഡാൽ വേർബിന് ശേഷമാണ് ഒരു ബ്ലാങ്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബേസ് ഫോം ഓഫ് ദ വേർബ്, ഫസ്റ്റ് ഫോം, V1 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. he is going to attend a seminar. He is going to attend a seminar. Going to എന്ന വേർഡിന് ശേഷമാണ് ബ്ലാങ്ക് വന്നത്. സോ അവിടെ എന്താ? ബേസ് ഫോം, V1 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്തത്. അറ്റൻഡ് എന്നുള്ളത് ഫസ്റ്റ് ഫോം ഓഫ് വേർബാണ്. ഇനി അടുത്തത് നോക്കാം. ദേ വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ. വിൽ എന്നുള്ളത് ഒരു മൊഡാൽ വേർബാണ്. സോ വില്ലിന് ശേഷം ഒരു ബ്ലാങ്ക് വന്നപ്പോൾ അവിടെ നമ്മൾ ബേസ് ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്തത്, ഫസ്റ്റ് ഫോം. ഓക്കെ, സോ ഇതും ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ടൂവിന് ശേഷം അല്ലെങ്കിൽ ഒരു മൊഡാൽ വേർബിന് ശേഷം ഒരു ബ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് V1 ഫോം, ബേസ് ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ പാരലൽ സ്ട്രക്ചർ ആണ്. പാരലൽ സ്ട്രക്ചർ, വേർഡ്സ് ആഫ്റ്റർ ആൻഡ് ഓർ. ഓക്കെ, അതായത് ആൻഡിനും ഓറിനും ശേഷം വരുന്ന വേർഡ്സ് ആണെങ്കിൽ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്, പാരലൽ സ്ട്രക്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആണ്. ആൻഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് സിമിലർ ഐഡിയാസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിനെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ആൻഡ് എപ്പോഴും സിമിലർ ഐഡിയാസിനെ കണക്ട് ചെയ്യാൻ, നൗൺസിനെ കണക്ട് ചെയ്യാൻ, ക്ലോസസ് ഓർ ഫ്രേസസിനെ കണക്ട് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓർ എപ്പോഴും ചോയ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഓർ ഇസ് യൂസ് ടു ഗിവ് എ ചോയ്സ്. സോ ഈ രണ്ട് കാര്യങ്ങൾ, ഇത് രണ്ടും നമ്മളൊരു സെൻറ്റൻസിൽ പാരലൽ ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സോ വേർഡ്സ് ആഫ്റ്റർ ആൻഡ് ഓർ ഷുഡ് ബി ഇൻ സെയിം ഗ്രമാറ്റിക്കൽ ഫോം. സെയിം ഗ്രമാറ്റിക്കൽ ഫോം എന്ന് പറയുമ്പോൾ ഗ്രമാറ്റിക്കലി ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗങ്ങളെ കണക്ട് ചെയ്യുന്നതാണ് സെൻറ്റൻസിലെ. സോ അതെപ്പോഴും സിമിലർ ഐഡിയാസിനെ കണക്ട് ചെയ്യാൻ ആണ് ആൻഡ് യൂസ് ചെയ്യേണ്ടത്. ഓർ യൂസ് ചെയ്യേണ്ടത് ചോയ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ്സ് സി. ദ ബാങ്ക് ഓപ്പൺസ് അറ്റ് 9 AM ആൻഡ് ക്ലോസസ് അറ്റ് 3 PM. അപ്പോൾ അവിടെ എന്താ? സിമിലർ ഐഡിയാസ് ആണ്. ആ ബാങ്കിനെ റിലേറ്റ് ചെയ്ത് സിമിലർ ഐഡിയാസ് ആണ് പറഞ്ഞത്. ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതായിട്ടുള്ള ടൈം. അപ്പോൾ അവിടെ ആൻഡ് എന്ന കണക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് ശ്രദ്ധിക്കുക. അപ്പോൾ പാരലൽ ആയിട്ടുള്ള ഐഡിയാസ് പറയുമ്പോൾ അല്ലെങ്കിൽ സിമിലർ ഐഡിയാസ് പറയുമ്പോഴാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുന്നത്. ദ ബാങ്ക് ഓപ്പൺസ് അറ്റ് 9 AM ആൻഡ് ക്ലോസസ് അറ്റ് 3 PM. ഇനി അടുത്തത് ഓറിനുള്ള ഒരു എക്സാമ്പിളാണ്. ആർ യു ക്ലോസർ ടു യുവർ ബ്രദർ ഓർ യുവർ സിസ്റ്റർ? സോ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഫോമിലുള്ള സെൻറ്റൻസ് ആണ്. ആർ യു ക്ലോസർ ടു യുവർ ബ്രദർ ഓർ ടു യുവർ സിസ്റ്റർ? സോ അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കണക്ടർ എന്ന് പറയുന്നത് ഓർ ആണ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ചോയ്സ് ആണ് കൊടുക്കുന്നത്. വി ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ വൺ എന്നുള്ള രീതിയിൽ.
യു ലൈക്ക് യുവർ ബ്രദർ ഓർ സിസ്റ്റർ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താ ഒരു ഓപ്ഷന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഗിവിങ് ചോയ്സ്. സോ ഇങ്ങനെയുള്ള പാരലൽ സ്ട്രക്ചറാണ് ഇവിടെ വരുന്നത്. സോ ആൻഡ് യൂസ് ചെയ്യുന്നത് സിമിലർ ഐഡിയാസിനെയും, ഓർ യൂസ് ചെയ്യുന്നത് നമ്മൾ ചോയ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ബട്ട് യൂസ് ചെയ്യുന്നത് കോൺട്രാസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെ നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിൽ ഡിഫറൻസസ് വരുന്നുണ്ട്. ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഒക്കെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഇത് മനസ്സിലാക്കുക എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ് വൺ. അടുത്തത് പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻസ് നമ്മൾ നോർമലി ഒരു നൗണിന് മുന്നോ അല്ലെങ്കിൽ ഒരു വേർബിന് മുൻപൊക്കെ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ പ്രിപ്പോസിഷൻസ് ലൈക്ക് വിത്ത്, ഓഫ്, ഫോർ, അബൌട്ട് ആർ ഓഫൻ ഫോളോഡ് ബൈ വേർബ് ഇൻ ING ഫോം. ഈ വിത്ത്, ഓഫ്, ഫോർ, അബൌട്ട് പോലെയുള്ള വേർഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ് ആണെങ്കിൽ അതിന് ശേഷം വരുന്ന ബ്ലാങ്കിൽ നമ്മൾ ING ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ലൈക്ക് താങ്ക് യു ഫോർ ഗിവിങ് മീ എ റൈഡ്. താങ്ക് യു ഫോർ ഗിവിങ് മീ എ റൈഡ്. ഓക്കെ, ഗിവിങ് എന്നുള്ളത് ING ഫോം ഓഫ് ദ വേർബാണ്. സോ അവിടെ നമ്മൾ ഫോർ എന്ന പ്രിപ്പോസിഷന് ശേഷം വന്ന ബ്ലാങ്കിൽ ING ഫോം ഓഫ് വേർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹൗ അബൌട്ട് ഗോയിങ് ടു ദ ബീച്ച് ദിസ് വീക്കെൻഡ്. ഹൗ അബൌട്ട് ഗോയിങ് ടു ദ ബീച്ച് ദിസ് വീക്കെൻഡ്. അപ്പോൾ അബൌട്ട് ഗോയിങ് എന്നാണ്. അബൌട്ട് എന്നത് അഗെയിൻ ഒരു പ്രിപ്പോസിഷനാണ്. ആ പ്രിപ്പോസിഷന് ശേഷം നമ്മൾ ബ്ലാങ്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് ING ഫോം ഓഫ് ദ വേർബാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ്, വിച്ച്, ദാറ്റ് പ്ലസ് സിംഗുലർ വേർബ്. ഇങ്ങനെയാണ് വരേണ്ടത് സെൻറ്റൻസ് സ്ട്രക്ചറിൽ. ലൈക്ക് ഇറ്റിന് ശേഷം സിംഗുലർ വേർബാണ് വരേണ്ടത്, വിച്ചിന് ശേഷം സിംഗുലർ വേർബാണ്, ദാറ്റിന് ശേഷം സിംഗുലർ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ഹീ കുക്സ് വെറൈറ്റി ഓഫ് ഡിഷസ് ദാറ്റ് ഹാസ് എ കോണ്ടിനെൻ്റൽ ടേസ്റ്റ്. ഹീ കുക്സ് വെറൈറ്റി ഓഫ് ഡിഷസ് ദാറ്റ് ഹാസ്. ദാറ്റ് കഴിഞ്ഞിട്ട് വരുന്നത് സിംഗുലർ വേർബാണ്, ദാറ്റ് ഹാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്, വിച്ച്, ഇറ്റ് പോലുള്ള വേർഡ്സിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന സിംഗുലർ ഫോം ഓഫ് വേർബാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കുക. ദ പാക്കേജ് വിച്ച് കണ്ടെയ്ൻസ് എ ഗിഫ്റ്റ് വാസ് ഡെലിവേർഡ് ടുഡേ. The package which contains a gift was delivered today. So the package which എന്ന വേർഡിന് ശേഷം contains സിംഗുലർ ഫോം ഓഫ് വേർബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെ ഒരു ഹിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലൂസ് ആയിട്ട് എടുക്കാം. ഇറ്റ്, വിച്ച്, ദാറ്റ് പോലുള്ള വാക്കിന് ശേഷം ഒരു ബ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ സിംഗുലർ വേർബ് ആണെന്ന് ഓർക്കാം. അതുപോലെ വിത്ത്, ഓഫ്, ഫോർ, അബൌട്ട് പോലുള്ള വേർഡ്സ് പ്രിപ്പോസിഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന ബ്ലാങ്കിലും നമ്മൾ ING ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദിസ് വൺ, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമാറ്റിക്കൽ ഏരിയ തന്നെയാണ്. ലൈക്ക് എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ബട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ കുറേയും കൂടി കെയർഫുൾ ആവണം. റൈറ്റിംഗ് ടാസ്കിലും വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഗ്രാമർ പോർഷനാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. സോ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാച്ച് ദ വേർബ് വിത്ത് ദ സബ്ജക്റ്റ്. വേർബ് എപ്പോഴും സബ്ജക്റ്റുമായിട്ട് മാച്ച് ചെയ്ത് പോകണം എന്നാണ്. ഇറ്റ് ഷുഡ് മാച്ച് വിത്ത് ദ പേഴ്സൺ, ഇറ്റ് ഷുഡ് മാച്ച് വിത്ത് ദ സബ്ജക്റ്റ്. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വേർബ്സ് ഇപ്പം നമുക്കൊരു ബേസിക് റൂളാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിനുള്ളത്. ആ ബേസിക് റൂൾ എന്ന് പറയുന്നത് ഇഫ് സിംഗുലർ വേർബ് ആണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആണ് വരേണ്ടത്, അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ് ആണ് എടുക്കുന്നത്, അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ് ആണ് എടുക്കുന്നത്. സോ അതെപ്പോഴും ശ്രദ്ധിക്കുക. ദ വേർബ്സ് ഷുഡ് ബി the verb should match with the subject. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ് ഹിയർ. ദേ റൈറ്റ് എ ലെറ്റർ. റൈറ്റ് എന്നത് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. സോ അത് പ്ലൂറൽ ഫോം ആണ് ആക്ച്വലി. സിംഗുലർ ഫോമിലേക്ക് വരുമ്പോൾ എസ് ഓർ ഇ എസ്, വേർബിനെ സിംഗുലർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ അതിൻ്റെ കൂടെ വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് പോലുള്ള ലെറ്റേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് എന്നത് പ്ലൂറൽ ഫോം ആണ്, എസ് ആഡ് ചെയ്യുമ്പോൾ റൈറ്റ്സ് എന്നായി. ഓക്കെ, അപ്പോൾ അത് സിംഗുലർ ആവും. സോ ഇവിടെ ദേ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ ദാറ്റ്സ് വൈ വേർബും പ്ലൂറൽ ഫോമിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദേ റൈറ്റ് എ ലെറ്റർ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. സൂസൻ റൈറ്റ്സ് ഷോർട്ട് സ്റ്റോറീസ്. സൂസൻ റൈറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൂസൻ സിംഗുലർ സബ്ജക്റ്റ് ആണ്. വി ആർ ഡിനോട്ടിങ് എ പേഴ്സൺ ദെയർ. അപ്പോൾ അവിടെ എന്താ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിംഗുലർ വേർബാണ് യൂസ് ചെയ്ത് എസ് ആഡ് ചെയ്തിട്ട് സിംഗുലർ വേർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഷീ പ്ലേസ് ക്രിക്കറ്റ്. അഗെയിൻ പ്ലേസ്, പ്ലേ എന്ന വേർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ട് സിംഗുലർ ആക്കിയിരിക്കുകയാണ്. ബട്ട് അവിടെ എന്താ അവിടെ സബ്ജക്റ്റും സിംഗുലർ ആയിരുന്നു. ദെൻ മൈ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പ്ലൂറലായി. മൈ ഫ്രണ്ട്സ് പ്ലേ ദ ഗിറ്റാർ. ഓക്കെ, മൈ ഫ്രണ്ട്സ് പ്ലേ ദ ഗിറ്റാർ. സോ പ്ലേ എന്നുള്ളത് പ്ലൂറൽ ഫോം ആണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. ഐ ലൈക്ക് ലില്ലീസ്. ഐ എന്നത് ഒരു സിംഗുലർ പേഴ്സണെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഐയുടെ കൂടെ എപ്പോഴും നമ്മൾ പ്ലൂറൽ ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വേർബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ ലൈക്ക് ലില്ലീസ്. അതിന് പകരം ഒരു വേറൊരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതെങ്കിൽ ഷീ ലൈക്സ് നയനെ. ഓക്കെ, ഷീ ലൈക്സ് നയനെ, ഷീ ലൈക്സ് ലില്ലീസ് എന്നാണ്.
The boy likes to walk in the garden. Again, the boy എന്ന് പറയുന്നത് ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത്. So that's why singular verb ആണ്. Likes എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. The boy likes to walk in the garden. Last example, Roshan is preparing for the exam. Roshan is preparing for the exam. Roshan singular subject ആണ്. So that's why is എന്ന singular verb ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. Again, preparing ing form. Continuous tense ആയതുകൊണ്ട് ing form യൂസ് ചെയ്തു. Roshan is preparing for the exam. Last one, the students are. The students are. Students plural subject ആണ്. So that's why are എന്ന verb plural verb ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. The students are eagerly waiting for the results. The students are eagerly waiting for the results. So ഇത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഈ ഒരു റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമാറ്റിക്കൽ ഏരിയ അനുസരിച്ച് we should match the verb with the subject. If the subject is singular, the verb should be singular. If the subject is plural, the verb should be plural. Okay. So അതിൽ ചില എക്സെപ്ഷണൽസ് ഉണ്ട്. അത് നമുക്ക് മറ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വി ഹാവ് ഡിസ്കസ് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ റൂൾസ് ഫോർ PTE reading. So I hope it will be really useful for you. So thank you so much for watching, and let's see in another video. Till then, please do follow us.